വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ടുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കൊടുത്തു വരുന്നുണ്ട്. ജ്യോതിഷം പഠിക്കണമെങ്കിൽ സംസ്കൃതം അറിയണമെന്ന യാതൊരുവിധ നിർബന്ധവും ഇല്ല. മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവർക്ക് പഠിക്കാവുന്നതാണ് ഈ ശാസ്ത്രം. പഠിക്കാൻ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട യാതൊരാവശ്യവുമില്ല. താല്പര്യം ഒന്ന് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒക്ടോബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മിഥുനം രാശിയിൽ വ്യാഴവും, ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും, കന്നി രാശിയിൽ സൂര്യനും, തുലാം രാശിയിൽ കുജനും, ധനുരാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയും ഒക്കെയാണ് ഗ്രഹനില. മാസമധ്യത്തോടുകൂടി ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്ക് മാറി സഞ്ചരിക്കുന്നതായിരിക്കും. ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഒരു മാസത്തേക്കുള്ള വിശദീകരിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. മിഥുനൻ രാശിയിലുള്ള മകീരം 3-4 പാദം, തിരുവാതിര, പുണർതത്തിൻ്റെ 1, 2, 3 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും, അതേപോലെ തന്നെ മിഥുന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും, പിന്നെ കുജൻ്റെ ദശ നടക്കുന്നവർക്കും, രാഹുവിൻ്റെ ദശ നടക്കുന്നവർക്കും, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ബുധൻ്റെ പഞ്ചമഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും വളരെ ചുറുചുറുക്കും മനസ്സന്തോഷവും ഒക്കെ ഉണ്ടാകും. സംയോജിത ബുദ്ധി കാര്യവിജയത്തിന് വഴിയൊരുക്കും. കലകളിലും പിന്നെ എഴുത്ത്, ഗണിതം പോലുള്ള കാര്യങ്ങളിലൊക്കെ നിപുണത്വമുണ്ടാകും. ഷെയർ മാർക്കറ്റിലൊക്കെ വലിയ താല്പര്യമൊക്കെ തോന്നും. പിന്നെ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം സമയം അനുകൂലം തന്നെയാണ്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ തൊഴിലുകളിലും വിജയമുണ്ടാകുന്നൊരു മാസമാണ്. പുതിയതായി തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും അതോടൊപ്പം തന്നെ സ്ഥലം മാറ്റവും കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾക്കുള്ള യോഗവും കാണുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം അനുകൂലം തന്നെയാണ്. ദീർഘദൂര യാത്രകൾക്കുള്ള യോഗം കാണുന്നുണ്ട്. പൂർവികരുടെയൊക്കെ അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ്. ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും. പിന്നെ ആത്മീയപരമായ വിഷയങ്ങളിൽ താല്പര്യം കൂടും. മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ളൊരു കഴിവൊക്കെ ഇവർക്ക് വർദ്ധിക്കും. മനസ്സിൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വന്തമായി പല കാര്യങ്ങൾക്കായിട്ടും പരിശ്രമങ്ങളൊക്കെ തുടങ്ങുകയും അവയിലൊക്കെ വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മാസം തന്നെയാണ്. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാസമധ്യത്തിന് ശേഷം സമയം അനുകൂലം തന്നെയാണ്. അതേപോലെ വാഹനം വാങ്ങിക്കുവാനും
മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം അനുകൂലം തന്നെയാണ്. ശുഭകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സന്തോഷപരമായ കാര്യങ്ങൾക്കായിട്ടും ഈശ്വര ആരാധനയ്ക്കായിട്ടും ഒക്കെ കൂടുതൽ സമയമൊക്കെ കണ്ടെത്തും. ധനനിലയിൽ കയറ്റവും ഇറക്കവും ഉണ്ടായിക്കൊണ്ടിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട്. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ക്രയവിക്രയങ്ങൾക്ക് ഈ മാസം അനുകൂലം തന്നെയാണ്. പിന്നെ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ഇളയ സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായി സമയം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു മാസമാണ്. സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. സന്താനങ്ങൾ നിമിത്തം ചില ലാഭങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടിയൊക്കെ കാണുന്നുണ്ട്. ഭൂമി വിൽപ്പനയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ്. കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ഈ മാസം ആരോഗ്യപരമായി അനുകൂലം തന്നെയാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ്. അതേപോലെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. പ്രണയിതാക്കൾക്ക് പ്രണയമൊക്കെ വിവാഹത്തിലെത്തിക്കും. സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യത്തിനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലം തന്നെയാണ്. പിതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു മാസം കൂടിയാണ്. പിതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. ഉല്ലാസപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നു. മൂത്ത സഹോദരങ്ങൾ ഉറ്റമിത്രങ്ങളൊക്കെ എന്തിനും ഏതിനും കൂടെ തന്നെ നിൽക്കും. മരുമക്കളുടെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. എല്ലാ കാര്യത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ മധ്യമമായിട്ടും ആരോഗ്യനില തൃപ്തികരമായിട്ടുമൊക്കെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.